ഹലോ, അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, വാളിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു വാൾ ഡെക്കോർ ആയാലോ. അപ്പോൾ ഓടിപ്പോയിട്ടൊരു പേജ് എടുത്ത് വന്നോളൂ. കളർ പേപ്പർ ആയാലും ബെസ്റ്റ് ആയിരിക്കും. അതെല്ലാം തന്നെ കളർ കൊടുത്താലും ഇതിനോ പ്രോബ്ലം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഇതുപോലെ പേപ്പർ വെട്ടിയെടുക്കുക, അതിന് മടക്കിയെടുക്കുക. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലയുടെ ഷേപ്പിലേക്ക് നമുക്കിതിനെ മാറ്റി വരക്കണം. അപ്പം ഇതിനെ നിറയെ മഷിയുള്ളൊരു പെന്നായത് എടുത്തത് കൊണ്ട് ഞാൻ വീണ്ടത് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തു, ദെൻ കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനത്തെ ഒരു 10-15 നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിനെ നടുവിൽ മടക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിന് പകുതി ഭാഗം മാത്രം ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഇലയുടെ പകുതി, അടുത്തിലയുടെ പകുതി, അടുത്തിലയുടെ പകുതി, അടുത്തിലയുടെ പകുതി, അങ്ങനെ പകുതി വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ സംഭവം കഴിഞ്ഞു കേട്ടോ. അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിയുള്ള പേപ്പറും അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പേജ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഇതള്, ഇതിനിപ്പോൾ എന്താ പറയുക, ടുളിപ്പ് എന്ന് പേരിടാം നമുക്ക്. ഈ ടുളിപ്പിന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ക്രയോണോ കളറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ടുളിപ്പിനൊരു കൊമ്പ് രൂപത്തിലൊക്കെ വരച്ചെടുത്തിട്ടൊരു ടുളിപ്പ് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു ടുളിപ്പ് സെറ്റാക്കി എടുക്കുക. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, പേപ്പർ കൊണ്ടൊരു ബോ ഉണ്ടാക്കുക, അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അടുത്തത് നമുക്കൊരു മോട്ടിവേഷൻസ് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഐ ലവ് യു, ഐ ഹേറ്റ് യു, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കുക. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.